അസ്സലാമലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പണ്ട് മുതലേ ഉണ്ടാക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്യുന്നതാണല്ലോ ക്യാരറ്റ് പോളയും കായ്പോളയും ഒക്കെ. അപ്പോൾ ആ ഒരു രണ്ട് പോളകളും കൂടി മിക്സ് ആക്കിയിട്ടുള്ള പോള നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് വന്നോ, നമുക്ക് ഈ ഒരു ഇഫ്താറിന് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പോളയുടെ റെസിപ്പിയാണിത്. നമ്മൾ ക്യാരറ്റ് പോളയും കായ്പോളയും സെപ്പറേറ്റ് കഴിക്കുന്നതിലും കൂടുതൽ ടേസ്റ്റാണ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഈ ഒരു പോളക്ക്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഇതിന് വേണ്ടി ആദ്യം തന്നെ ഒരു പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടൊന്ന് ചൂടായതിന് ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ടിട്ട് ഒന്നങ്ങ് വറുത്തെടുക്കുന്നുണ്ട്. നമ്മൾ ഏത് പാത്രത്തിലാണോ ആ ഒരു പോള സെറ്റ് ചെയ്തെടുക്കുന്നത് ആ ഒരു സെയിം പാത്രം തന്നെ എടുത്താൽ മതി നമുക്കിതൊക്കെ വറുത്തെടുക്കാൻ. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഇഫ്താർ ടൈമിലൊക്കെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പാത്രമൊക്കെ കഴുകാൻ ഒരുപാട് പാത്രമൊന്നും ഉണ്ടാവില്ല. ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് ഇത് മുഴുവനായിട്ടും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇവിടെ വറുത്ത കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇനി ആ ഒരു സെയിം നെയ്യിലോട്ട് തന്നെ നമ്മൾ ക്യാരറ്റ്, അത്യാവശ്യം വലുപ്പമുള്ളൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. ഇത് ആ ഒരു ക്യാരറ്റിൻ്റെ കളർ മാറി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിത് കോരി മാറ്റാം. കണ്ടില്ല, ഈ ഒരു കളറാകുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം. ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു ക്യാരറ്റിൻ്റെ പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് വഴറ്റിയെടുക്കുന്നത്. ഇനി അത് മാറ്റിയതിന് ശേഷം നമ്മൾ ആ ഒരു സെയിം പാനിലോട്ട് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ട് ചെറിയ സൈസിലുള്ള ബനാനയാണ് ഞാനിപ്പോൾ എടുത്തത്. വലിയതാണെങ്കിൽ ഒന്നെടുത്താൽ മതിയാകും. ഇനി രണ്ട് പഴം ഇതുപോലെ 4 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ കളറാകുന്ന സമയം വരെ ഇതൊന്നങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കളറാകുന്ന സമയത്ത് നമുക്ക് ഇതും കോരി മാറ്റാം. ഇനി നമുക്ക് ഇത് മിക്സാക്കി എടുക്കണം. അതിനായിട്ട് 5 മുട്ടയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നമ്മൾ എടുക്കുന്ന മുട്ടയുടെ അളവിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂട്ടവും കുറക്കൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ 5 മുട്ട ഒരു ബൗളിൽ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചത് ചേർക്കുന്നുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ഇവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് മൈദപ്പൊടി ചേർക്കുന്നുണ്ട്. മൈദപ്പൊടി ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതും വളരെ കുറച്ച് മതി, 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്തൊക്കെ മതിയാകും. ഇനി ഇതിലോട്ട് കുറച്ച് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു മൈദയുടെ പൊടി ഉണ്ടല്ലോ, അത് നല്ലോണം ഇതിൽ മിക്സായി കിട്ടണം. ഇനി നമ്മൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, പഴം, ക്യാരറ്റ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇവയൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ആദ്യം നമ്മൾ പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവനും ചേർക്കുന്നില്ല, ബാക്കി നമ്മൾ മുകളിലായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി സ്പൂൺ വെച്ചിട്ട് ചെറുതായി ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ നേരത്തെ ആ ഒരു പഴവും ക്യാരറ്റും ഒക്കെ വറുത്തെടുത്ത ആ ഒരു സെയിം പാൻ ഉണ്ടല്ലോ, ആ ഒരു പാനിലോട്ട് കുറച്ച് നെയ്യ് ഒന്നങ്ങ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്നങ്ങ് ബ്രഷ് ചെയ്താൽ മതി. ഇതൊന്ന് അടിയിൽ പിടിക്കാണ്ട് വിട്ട് കിട്ടേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10-25 മിനിറ്റോളം ഇത് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ മൈദ ചേർക്കുന്നത് കൊണ്ട് ഇത് പെട്ടെന്ന് വെലിഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ഒരു 20 മിനിറ്റോളം മതിയാകും. പിന്നെ ഓരോരുത്തരുടെ സ്റ്റൗവിൻ്റെ ഹീറ്റിൻ്റെ ഒക്കെ ഇതിനനുസരിച്ചിട്ടിരിക്കും ഇതിൻ്റെ വേവും. ഇനി മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആദ്യം നമ്മൾ വറുക്കുന്നതിന് മുന്നേ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു സമയത്ത് കുറച്ച് ക്യാരറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. കണ്ടില്ല, ഇത് അത്യാവശ്യം വെലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി മുകൾ ഭാഗം കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചുവട് കട്ടിയുള്ള ഒരു ദോശക്കല്ലോ ഫ്രൈ പാനോ വെച്ചിട്ട് വേണം മുകളിലായിട്ട് ഈ ഒരു സോസ് പാൻ വെച്ചിട്ട് നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. കണ്ടില്ല, ഇതുപോലെ ഇനി ആ ഒരു അടിഭാഗം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാനും പറ്റും. എന്നാലോ ആ ഒരു ക്യാരറ്റ് പോളേനേക്കാളും കായ്പോളേനേക്കാളും ഒക്കെ ടേസ്റ്റും കൂടുതലാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഇഫ്താറിനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പിന്നെ ഇതുപോലുള്ള റെസിപ്പി വീഡിയോസ് കാണണമെന്ന് ആഗ്രഹമുള്ളവർ നമ്മുടെ അച്ചൂസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമലൈക്കും.